ഹേ യോൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ക്യൂട്ട് ഡസ്റ്റക്കർ ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 6-7 കൊല്ലം പഴക്കമുള്ള ഒരു ഫ്ലവർ വൈസാണ്. ഇതിനെ നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുത്താലോ. ആദ്യം തന്നെ ഞാനൊരു കോട്ട് പെയിന്റ് അടിച്ചു, കളർ വന്നില്ല. 2 കോട്ട് അടിച്ചു, കളർ വന്നില്ല. 3 കോട്ട് അടിച്ചു, അതും കളർ വന്നില്ല. അവസാനം ഞാൻ തളർന്ന് പിന്മാറിയാലോ എന്ന് വിചാരിച്ച്, പക്ഷെ വിട്ടുകൊടുക്കുക ഇല്ല. എൻ്റെ കയ്യിലുള്ള സ്ക്രബ്ബറെല്ലാം വെച്ച് ഞാൻ പെയിൻറ്റിൽ മുക്കി കുത്തി ഒന്ന് റെഡിയാക്കാൻ നോക്കി. അവസാനം എന്തായി, എനിക്ക് എന്നെ പണി കിട്ടി. അപ്പോൾ ഞാൻ അതവിടെ ഉപേക്ഷിച്ചു. 1 കോട്ട് കൂടി പെയിൻ്റ് അടിച്ചു, മിനുക്കി എടുത്തിട്ടുണ്ടേ. ഫൈനലി നമ്മൾ ഈ ഫ്ലവർ വൈസിനെ ഈ ഒരു പരുവത്തിലേക്കാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു മനസ്സുഖം, അത്രയേ ഉള്ളൂ. എല്ലാം ചെയ്തു, എല്ലാം ഫിനിഷാക്കി, നല്ല ഭംഗിയായി. ഇപ്പം തന്നെ കാണാൻ നോക്കി നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. കുട്ടപ്പനാക്കിയെടുത്ത ഈ ഫ്ലവർ വൈസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു വലിപ്പ വ്യത്യാസം തോന്നി. ഇതെന്താ ഇങ്ങനൊരു കളർ, വൈറ്റ് അടിച്ചിട്ട് പിങ്കോ? പണി പാളി മക്കളെ, എല്ലാം മാറിപ്പോയി. ഹേർട്ട് വലുതും ചെറുതുമാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പണിയെടുത്തു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാ. അവസാനം വെള്ളയിൽ നിന്നും പിങ്കിലേക്കൊന്ന് മാറി. പിങ്ക് ആയാലെന്താ, വൈറ്റ് ആയാലെന്താ, കാണാൻ കൊള്ളാം, അത്ര മതി.